ഒരു തർക്കം നടക്കുമ്പോൾ പല മുതിർന്ന ആളുകളും പറയുന്ന കാര്യമാണ് നിന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടിട്ടുള്ള ആളാണ് ഞാനെന്ന്. അതിന്റെ അർത്ഥം കൂടുതൽ ചോറുണ്ടാൽ ബുദ്ധി കൂടും എന്നല്ല എന്നും അത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ തനിക്ക് കഴിയുമെന്നും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. വയസ്സാകുന്നതോറും വകതിരിവ് കുറയും, സാമാന്യ ബോധം കൂടി പോവും. വല്ല സംശയമുണ്ടെങ്കിൽ നമ്മുടെ PC ജോർജിനെ ഒന്ന് നോക്കിയാൽ മതി. എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു മഹാനാണ് അദ്ദേഹം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ പരാമർശത്തിനിടെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുക്കുകയും ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. പിന്നാലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് PCക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. എന്നിട്ടും നാക്ക് മര്യാദയ്ക്ക് വായിൽ കിടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പുതിയ പ്രശ്നം ലവ് ജിഹാദാണ്. പുള്ളിക്കാരന്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഒരു 24 വയസ്സിനപ്പുറം കെട്ടാതെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ കാൽ കാശിന് കൊള്ളാത്ത ഒരാളാണ്. ലവ് ജിഹാദിലേക്ക് പെൺകുട്ടികൾ പോകാനുള്ള പ്രധാന കാരണം ഈ വയസ്സിൽ കെട്ടിക്കാത്തതാണെന്നൊരു സ്പെഷ്യൽ കണ്ടുപിടുത്തവും പുള്ളി നടത്തിയിട്ടുണ്ട്. പാലായിൽ ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കവെയാണ് PC ജോർജിന് ഈ ഒരു അറിവ് ആളുകൾക്ക് നൽകാനായത്. എല്ലാ രക്ഷിതാക്കളും പെൺകുട്ടികളെ ഈ പ്രായത്തിൽ കെട്ടിച്ചു വിടണമത്രേ. കാരണം 25 വയസ്സായപ്പോൾ പുള്ളിക്കാരന് പെൺകുട്ടികളെ കാണുമ്പോൾ തോന്നിയ സന്തോഷം ഈ പെൺകുട്ടികൾക്കും തോന്നുമത്രേ. അതുകൊണ്ട് തന്നെ മതിൽ ചാടാൻ എളുപ്പമാണെന്ന്. അതിനെന്ത് ചെയ്യും? ആ സന്തോഷം തോന്നുന്നതിന് മുൻപ് തന്നെ ഇവരെ കെട്ടിച്ചു വിടണത്രേ. എല്ലാവരും PC ജോർജ് അല്ല എന്നും PC ജോർജിനെ അച്ഛനമ്മമാർ വളർത്തിയത് പോലെ അല്ല എല്ലാ പാരന്റ്സും കുട്ടികളെ വളർത്തുന്നതെന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഈ 28 വയസ്സ് വരെയൊക്കെ കെട്ടിക്കാതിരുന്നാൽ അതിന്റെ കാരണം അവരുടെ ശമ്പളം ഊറ്റിയെടുക്കാനാണെന്നുള്ള സത്യവും PCക്ക് അറിയാം. ഇങ്ങനൊരു സംഭവം തന്നെയാണ്. സംഭവം പറഞ്ഞ് മയക്ക് താഴെ വെച്ചപ്പോഴേക്കും PC ജോർജിനെതിരെ പരാതി വന്നു. എന്തൊരു നാടാണെന്ന് ഓർക്കണേ. ഒരു നന്മ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ആൾക്കാർക്ക് പിടിക്കൂല. മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായിൽ പരാതി കൊടുത്തത്. നേരത്തെ PC ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. ഈ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന PC ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹനം തുടങ്ങിയ വകുപ്പുകളാണ് ആ കേസിലുള്ളത്. അതേ വകുപ്പുകൾ വീണ്ടും വന്നാൽ PC ജോർജിന് ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് കേൾക്കുന്നത്. എന്റെ പൊന്നു കാരണവരെ, ആ വായും വെച്ച് എവിടെയെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കാമോ? ആ പോലീസുകാർ ഒന്ന് വിശ്രമിച്ചോട്ടെ. നിങ്ങൾ ഓരോന്ന് പറയും, അവർ കേസെടുക്കും, കോടതിയിലാക്കും, പിന്നെ നിങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോകും, അത് കഴിഞ്ഞ് ജാമ്യം കിട്ടും, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. വേണ്ടത് ജയിലിനുള്ളിൽ തന്നെ ഒരു കസേരയും മയക്കും ക്യാമറയും ഒപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിന് അത്രയെങ്കിലും പെട്രോൾ ലാഭിക്കാൻ പറ്റും.